പണ്ട് തൊട്ടേ നീ എന്റേതല്ലേ, പണ്ട് തൊട്ടേ നീ എന്റേതല്ലേ, പണ്ട് തൊട്ടേ നീ എന്റേതല്ലേ, പണ്ട് തൊട്ടേ നീ എന്റേതല്ലേ. तेरे मैं पीछे आया दिल्ली शहर से, नाड़न तू लड़की मैं प्रॉपर शहर से, मैं आया तेरे. Hello guys, you're watching edworld and this is Edwin here. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു DIY ആണ്. നിങ്ങൾ ഐസ് കാൻഡിൽ കേട്ടിട്ടുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അവിടുത്തെ ഇന്ന് ഐസ് കാൻഡിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരു ഐസും മെഴുകുതിരിയും വെച്ച് ഒരു വെറൈറ്റി കാൻഡിൽ ഉണ്ടാക്കുവാണ്. നമ്മൾക്ക് ഒരു സാധാരണ കൈകൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു മെഴുകുതിരി. അപ്പോൾ ഈ മെഴുകുതിരി കാണാൻ ഒരു വിയർഡായിട്ട് തോന്നും, പക്ഷേ അടിപൊളി സംഭവമാണ്. അതായത് ഒരു മെഴുകുതിരിക്ക് വേണ്ട പകുതി വാക്സ് വെച്ച് നമ്മളൊരു അടിപൊളി മെഴുകുതിരി ഉണ്ടാക്കിയെടുക്കുവാണ്. കാര്യം ഏകദേശം മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൺസർവേഷൻ കൂടിയാണ്, ആർട്ടിലുപരി ഒരു കൺസർവേഷൻ കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് കണ്ടല്ലോ, ഇത്രയും മെഴുകുതിരി. ഇപ്പോൾ ഇത്രയും മെഴുകുതിരി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു പാക്കറ്റ് മെഴുകുതിരി മേടിക്കണം. എത്ര വണ്ണം ആയാലും കുഴപ്പമില്ല, ഒരു പാക്കറ്റ് മെഴുകുതിരിയെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. അതിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മെഴുകുതിരിയുടെ സൈസ് അനുസരിച്ച് അത്രയും മെഴുകുതിരി മേടിച്ച് വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കണ്ടല്ലോ, നമുക്ക് പിന്നെ ആവശ്യമുള്ളത് കപ്പാണ്. ഒരു പേപ്പർ ഗ്ലാസ്, ഇത്രയും നമ്മൾ എത്ര മെഴുകുതിരി ഉണ്ടാക്കുന്നോ അത്രയും പേപ്പർ ഗ്ലാസ് എടുത്ത് വെക്കുക. പിന്നെ സ്പെയർ ആയിട്ട് 2 എണ്ണോട് വെച്ചോ, എങ്ങാനും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു കപ്പ് കൂടെ എടുത്ത് വെക്കുക ചെയ്യാം. അപ്പോൾ ഒരു പേപ്പർ കപ്പ് സിമ്പിൾ. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടല്ലോ, പിന്നെ നമുക്ക് വേണ്ടത് തീപ്പെട്ടിയാണ്. ഈ തീപ്പെട്ടി നമുക്കറിയാം, തീയില്ലാതെ പുക ഉണ്ടാകുന്നില്ലെന്ന് പറയുന്ന പോലെ തന്നെ തീ ഇല്ലാതെ നമുക്കൊന്നും കത്തിക്കാൻ പറ്റത്തില്ല. തീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഴുക് ഉരിക്കാൻ പറ്റത്തുള്ളൂ, മെഴുക് കത്തിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് തീ വേണം. അപ്പോൾ തീ ഫസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചേക്കാം. പിന്നെ പറയാനുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് എടുത്ത് വെക്കേണ്ട സംഭവം. അതില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുമ്പോൾ തലയോട്ടി പിളരുന്നൊരു ഒച്ചയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടി ആകുമ്പോൾ കണ്ടല്ലോ, ഒരു ചുറ്റിക എടുത്ത് വെച്ചേക്കാം. പിന്നെ ഇതിലുപരി ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഐസാണ്. ഐസ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തം അലത്ത് വെള്ളമായി കിട്ടും, പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ മെഴുകുതിരി എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കുക. ഇപ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു പീസിൻ്റെ വലിപ്പം. നമ്മൾ ചെറുതാക്കുക മാക്സിമം കേട്ടോ. എന്നിട്ട് അതിനകത്തുനിന്ന് ആ വിക്കാണെങ്കിൽ എടുത്ത് മാറ്റിക്കളയുക, അതായത് അതിനകത്തുള്ള തിരി മാറ്റിയിടുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ആ മെഴുകുതിരി കംപ്ലീറ്റ് ആയിട്ട് ഒരുക്കുവാണ്. അപ്പോൾ കളർ ചേർക്കാനായിട്ട് നമ്മൾ വാക്സ് ക്രയോൺസ് എടുത്ത് ഒരുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം മെഴുക് മൊത്തം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല ചുമല കളറിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഐസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തുണിയും വിരിച്ചു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഐസ് നേരെ തുണിയിലേക്ക് ഇടുകയാണ്. അപ്പം തുണിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുള്ളായിട്ട് തുണി വെച്ച് തന്നെ മടക്കിയിടുവാണ് ആ ഐസിൻ്റെ പുറത്തേക്ക്. പിന്നെ നമ്മൾ ആ ഐസിൻ്റെ പുറത്ത് ടവൽ വെച്ച് മൂടുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടവലിൻ്റെ 4 ഭാഗങ്ങളും നല്ല സേഫായിട്ട് മടക്കി വെക്കുക, ഐസ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ. പിന്നെ ചുറ്റിക എടുത്തിട്ട് അടിയോടടി. അപ്പോൾ നമ്മൾ പേപ്പർ ഗ്ലാസ് എടുത്തു, അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ് ഒരു പകുതി വരെ ലെവലാക്കി ഇട്ടേക്കുക. മാക്സിമം ചെറിയ ചെറിയ കട്ടിയുള്ള ഐസ് എടുക്കുക. ഒത്തിരി പൊടിഞ്ഞു പോയി എടുക്കല്, ഒത്തിരി വലിപ്പമുള്ളതും എടുക്കരുത്. ഒരു ഏകദേശം പകുതി കണക്കിന് വെച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന മെഴുകെടുക്കുക, നല്ല സേഫായിട്ട് ഒഴിക്കുക കപ്പിലേക്ക്. ഇതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതോടെ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം കുറച്ചുകൂടെ ഐസ് പൊടിച്ചിട്ടിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വിക്ക് വയ്ക്കാൻ മറന്നുപോയി, അതായത് തിരി വയ്ക്കാൻ മറന്നു. അപ്പോൾ നമ്മൾ വേറെ ഗ്ലാസ്സിൽ തിരി എടുത്ത് നടുക്കൊരു ഹോൾ ഇട്ടിട്ട് അതൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് കവർ ചെയ്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള വരുന്ന തിരി ഇച്ചിരി കയറ്റി ഇട്ടേക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ തിരി വേണം. ഇപ്പോൾ ഇത് ഇത്രയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു പകുതിക്ക് വെച്ചാണ് ലെവൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തിരിക്ക് താഴെ വരണം, അതായത് നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന മെഴുകിൻ്റെ ലെവൽ വരെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മെഴുകിൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണെന്ന് നോക്കാൻ. അപ്പോൾ ഇതേ പരിപാടി ആയിരിക്കും നമ്മൾ ഇതിലും ചെയ്യുന്നത്. അപ്പം
ഇനി നമ്മൾ എങ്ങനെ ഊരിയെടുക്കുന്നത് വെച്ചാൽ ഈ പേപ്പർ അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. അതായത് നമ്മളിപ്പോൾ പേപ്പർ ഗ്ലാസ് എടുത്തതിൻ്റെ പ്രയോജനം ഇതാണ് കാണുന്നത്. കണ്ടോ, ഇത് ഇവിടെ മൊത്തം ഐസായിരുന്നു. അപ്പോൾ ഐസ് ഇങ്ങനെ അലുത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരുമ്പോഴത്തേക്കിനും അവിടെ ഫുള്ളും ഹോളായിട്ട് കിടക്കും. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കത്തി വെച്ച് എല്ലാം ഷാർപ്പൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഫുൾ വെള്ളം ഇപ്പോൾ താഴെ ഒലിച്ചു പോകുന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്. പൊളി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഫുള്ളായിട്ട് പറഞ്ഞാൽ. കണ്ടോ, ഈ ഒരു സംഭവം നമുക്ക് വേറെ കിട്ടത്തില്ല. ഇപ്പോൾ ഈ സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവിടെ ഐസ് എത്തത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭംഗിയായിരിക്കും. കണ്ടോ, ഇതിനകത്ത് ക്ലോസപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വലിയ ഹോളായിരിക്കുന്നതെന്നുള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്നാലും രക്ഷയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ വിക്കിലും കിട്ടുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ എങ്ങനെ വരും നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇത്രയുമാണ്. അപ്പോൾ ഇത് നമുക്കൊരു എക്സ്പെരിമെൻ്റൽ ബേസ്ഡ് ആയിട്ട് പറയാൻ പറ്റും. കാരണം എങ്ങനെ വരും എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നോക്കിയത് ഇതാണ്, അതായത് നമ്മൾ വിക്ക് വെച്ചിട്ട് ചെയ്ത ഇതാണ് തിരിയിട്ട്. അപ്പോൾ തിരി ഇത്രയും പുറത്ത് കിടക്കുന്ന രീതിയിലെങ്കിലും വേണം. ഇപ്പോൾ ഫുള്ള് നിറച്ചാൽ പോലും തിരി കുറച്ചെങ്കിലും പുറത്ത് വേണം, എന്നാലേ ശരിയാവും. ഇപ്പോഴത്തെങ്ങാണ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ തിരി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. മിക്കവാറും അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഏതായാലും നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. അടിയിൽ നമ്മൾ ലീക്ക് ചെയ്യാത്ത രീതിയിലാണ് ഇൻസുലേഷൻ ടേപ്പ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം അലക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ തിരി ഇട്ടിട്ടുള്ള മെഴുകുതിരി അൺറാപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മറ്റേതുപോലെ തന്നെ പേപ്പർ മുറിച്ചു. ഇത് ഫുള്ളായിട്ട് വെള്ളം ചീറ്റുന്നുണ്ട്. ഈ പരിപാടി കൊള്ളാട്ടോ, വെള്ളം ചീറ്റുന്നു. പൊളി സംഭവം. നൈസായിട്ട് വന്നേ, നൈസായിട്ട് കിട്ടി. നമുക്ക് ഈ ടേപ്പ് ഇളക്കി വിടണമല്ലോ, മറന്നു കാര്യം. നിങ്ങൾക്ക് വിഷം കിട്ടുന്നില്ലേ, സോറി, കുഴപ്പമില്ല. നമ്മൾ ആ ടേപ്പ് ഒന്ന് പറിച്ചെടുത്തേ ഉള്ളൂ. ഞാനിപ്പോൾ ഹാൻഡ് വെച്ച് കവർ ചെയ്താണ്. കുറച്ച് ഐസ് ഇരിപ്പുണ്ട്, അത് മൊത്തം അലുത്ത് പോക്കോളും. ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഐസ് കാൻഡിൽ വരുന്നത്. പൊളിയല്ലേ? ഇത് നമുക്ക് കത്തിക്കാൻ ഉള്ളതല്ല, ഒരു സത്യം പറഞ്ഞ ക്രാഫ്റ്റ് അതാണ് വരുന്നത്. മനസ്സിന് സംതൃപ്തി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെ. ശരിക്കും പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഈ സംഭവം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനി കാർവ് ചെയ്ത് ഇത് പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളിത് കാർവ് ചെയ്ത് നല്ല ഷേപ്പാക്കി എടുക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. മറ്റേതായിട്ടൊന്ന് കമ്പയർ ചെയ്യാവേ. ഏതിന് നല്ല ഭംഗി, നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിന് ഏറ്റവും കൂടുതൽ ഭംഗിയും തോന്നുന്നു. അതിൽ സംഭവം കൊള്ളാം, അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ച സംഭവം എന്താ വെച്ചാൽ, അതായത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മെഴുകുരുക്കി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചായിരുന്നു. അപ്പോൾ ഗ്ലാസ്സിലുള്ള ഐസിൽ കൂടെ ഇടയുള്ള ഗ്യാപ്പിൽ കൂടെ എല്ലാം ഈ മെഴുക് ഇറങ്ങിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു മെഴുകുതിരിയുടെ സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ആ സ്ട്രക്ചറിനകത്ത് ഐസ് ഉരുകി പോകും സാധാരണമായിട്ടും. അപ്പോൾ ഐസ് ഉരുകി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല, അതൊരു എയർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഈ വെള്ളം ഒലിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണത്തില്ല. അതാണ് നമ്മൾ വിയേർഡായിട്ട് തോന്നുന്ന മെഴുകുതിരി ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് ലോജിക്കൽ വൈസ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് എഡ്വിൻ വിത്ത് ദേവതൻ സൈനിങ് ഔട്ട്.